നമസ്കാരം. ലിറ്റിൽ തിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മനോഹരമായ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റുമായിട്ടാണ്. നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ ഈ പൂക്കൾ കാണാൻ. നമ്മുടെ പറമ്പുകളിലും പാതയോരങ്ങളിലുമൊക്കെ ധാരാളം കണ്ടിരുന്ന ഒരു കളവർഗത്തിൽപ്പെട്ട സസ്യമാണ് ഈ പൂമ്പാറ്റ കിലുക്കി, കിലുക്കാമ്പെട്ടി, ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ സസ്യം. ഇതിന്റെ കായ്കൾ പഴുത്ത് ഉണങ്ങുമ്പോൾ അത് നമുക്ക് കിലുക്കിയാൽ കിലുകിലൂന്ന് ശബ്ദം കേൾക്കും. അതുകൊണ്ടാണ് ഇതിനെ കിലുക്കാമ്പെട്ടി ചെടി എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ഇതിന്റെ പച്ചക്കായ നമുക്ക് പറിച്ച് പൊട്ടിക്കാം. ബട്ടർഫ്ലൈസിന് വളരെ ഇഷ്ടമുള്ളൊരു ചെടിയാണിത്. ഈ ചെടി എവിടെ ഉണ്ടെങ്കിലും അവിടെ ധാരാളം ബട്ടർഫ്ലൈസ് വരും. അതുകൊണ്ടാണ് ഈ ചെടിക്ക് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊരു പേരും കൂടെ ഉള്ളത്. ഇന്ന് ഈ ചെടി നമ്മൾ പൂന്തോട്ടം ഭംഗിയുള്ളതാക്കാനും പൂന്തോട്ടങ്ങളിലേക്ക് പൂമ്പാറ്റകളെ ആകർഷിക്കാനും വേണ്ടി നഴ്സറികളിൽ നിന്ന് വാങ്ങി പൂന്തോട്ടങ്ങളിൽ പിടിപ്പിക്കാറുണ്ട് പലരും. 60-70 രൂപയൊക്കെ കൊടുത്താണ് ഒരു ചെറിയ ചെടി നമ്മളിതിന്റെ മേടിക്കുന്നത്. ഇന്നിപ്പോ റോഡ് സൈഡിലൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ ചെടി കാണാറുള്ളൂ. ഞങ്ങളൊരു യാത്ര പോയപ്പോൾ റോഡ് സൈഡിൽ ഇത് കണ്ടോ ബട്ടർഫ്ലൈസ് ഇതേ വട്ടമിട്ട് പറക്കുകയാണ്. മഞ്ഞ നിറത്തിലുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ചെടിക്കുള്ളത്. ഇതിന്റെ മൂപ്പെത്താത്ത കായ്കൾ നമുക്ക് പറിച്ച് കയ്യിൽ വെച്ച് ഇങ്ങനെ പൊട്ടിക്കാം. ഇതേ നോക്കിക്കേ, കണ്ടോ, നല്ല രസം അങ്ങനെ പൊട്ടിക്കാം. ഈ നീലക്കടുവ എന്ന് പറയുന്ന പേരുള്ള കറുത്ത ബട്ടർഫ്ലൈസ് ആണ് ഇതിൽ കൂടുതലായിട്ടും ആകൃഷ്ടരായി വന്നു കാണുന്നത്. ഇതിന്റെ പൂക്കളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില സ്രവങ്ങൾ പൂമ്പാറ്റകൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാ പറയുന്നത്. ഡെനേൻ വിഭാഗത്തിലെ ആൺ പൂമ്പാറ്റകളില് ഫിറോമോൺ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ആൽക്കലോയിഡ് ഗണത്തിൽപ്പെടുന്ന മോണോക്രോട്ടാലിൻ എന്ന പദാർത്ഥം ഈ ചെടിയുടെ ഇലകളിലും തണ്ടിലും മറ്റും അടങ്ങിയിട്ടുണ്ടെന്ന് ആണ് പറയപ്പെടുന്നത്. ചെടിയുടെ ഉണങ്ങിയ ഇലകളിൽ നിന്നും മുറിവുകളിൽ നിന്നും ഊറി വരുന്ന ദ്രാവകത്തിലും ഈ ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഭാഗത്തിൽപ്പെട്ട ആൺ പൂമ്പാറ്റകൾ ഈ ചെടികൾ ഉള്ളിടത്ത് ധാരാളമായി വരുന്നത്. ഞങ്ങൾക്കും പൂമ്പാറ്റകളെ കാണാൻ പറ്റി. കണ്ടോ, നല്ല ഭംഗിയില്ലേ. ശലഭോദ്യാനങ്ങളിലും മറ്റും ഈ ചെടികൾ ധാരാളമായി വച്ചുപിടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീടുകളിലെ ഗാർഡനുകളിലും ഇപ്പോൾ ഈ ചെടി വച്ചുപിടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ട ഒരു കാഴ്ച നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.